നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അഗ്രികൾച്ചറൽ ഹാക്കത്തോൺ ടീമിന്റെ വിന്നേഴ്സ് ആണ്. റീജിയണൽ ഹാക്കത്തോൺ ആയ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ടീമിലെ വിന്നേഴ്സ് ആയ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന ടീമാണ്. ഇവര് മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സ്റ്റുഡൻസ് ആണ്. നമുക്ക് അവരെ കുറിച്ചും അവരുടെ കുറച്ച് ലൈക്ക് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അവരുടെ ഒരു ഹാക്കത്തോൺ എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മീറ്റ് ദ ഫൈനലിസ്റ്റ് ഓഫ് RKH. റീജിയണൽ ഹാക്കത്തോണിലെ വിന്നേഴ്സ് ആണ്. നമ്മുടെ റീബൂട്ട് കേരള ഹാക്കത്തോൺ ഫൈനലിസ്റ്റ് ആണ്. റീബൂട്ട് കേരള ഹാക്കത്തോൺ 2020 വിന്നേഴ്സ് ആവണം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. സോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അലൻ ജോസ്. ഞാൻ മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് 2020 ബാച്ച് പാസ് ഔട്ടാണ്. ഞങ്ങൾ കൂടുതലും ഈ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴാണ് ഹാക്കത്തോൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ദിസ് വാസ് അവർ തേർഡ് ഹാക്കത്തോൺ. ആൻഡ് സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഫസ്റ്റ് ഹാക്കത്തോൺ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഇത് മനസ്സിലായി. കാരണം റിയൽ വേൾഡ് പ്രോബ്ലത്തെ ടാക്കിൾ ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വലുത് തന്നെയാണ്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾ മിക്ക ഹാക്കത്തോണിൽ പോയി. അപ്പം തേർഡ് ഹാക്കത്തോൺ അങ്ങനെ ഞങ്ങൾ ഫൈനലിസ്റ്റായി, തേർഡായി. സോ we are making a change and we are trying to build the machine learning models so we can make our machine learning models, so machine learning projects and all the technology make simple, easy and available for everyone. So we are also working on a similar project. So it's a basic motto is called machine learning for everyone. എല്ലാവർക്കും മെഷീൻ ലേണിംഗ് മോഡൽ, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എല്ലാവർക്കും പ്രാപ്തമാകുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിപ്പോൾ ടീം ബേസ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. എല്ലാ കാര്യങ്ങള് ഹാക്കത്തോണിന്റെ ഒരു ഫുൾ കാര്യങ്ങള് ഷോർട്ട് ഒരു 3 സെന്റൻസില് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞത്. അങ്ങനെ എളുപ്പം ഞങ്ങൾ വിടില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയണം. പക്ഷെ അതിന് മുമ്പ് ബാക്കി ടീം മെമ്പേഴ്സിനെയും കൂടി പരിചയപ്പെടാം. അഭിജിത്ത്. എന്റെ പേര് അഭിജിത്ത്. ഞാനിപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റീബൂട്ട് എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി, ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. ഒരു ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അസറ്റിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഹാക്കത്തോണിൽ ഇതാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി പുതിയ ഫ്രണ്ട്സ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി ഹാക്കത്തോണിൽ കൂടെ. പ്രധാനമായിട്ടും ഹാക്കത്തോണിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ജഡ്ജസ് ചെയ്യുന്ന ഒത്തിരി ഞങ്ങൾക്ക് എങ്ങനെ പ്രോജക്റ്റ് ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം, അതുപോലത്തെ കാര്യങ്ങൾ കിട്ടി. അതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ബാക്കിൽ രണ്ടുപേരും ഒളിച്ചു നിൽക്കുന്നുണ്ട്. ശ്രീറാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് ശ്രീരാം. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇതെന്റെ സെക്കൻഡ് ഹാക്കത്തോൺ ആയിരുന്നു. ആദ്യത്തെ ഹാക്കത്തോൺ അബീത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു. അത് മിക്സിലായിരുന്നു ആദ്യത്തെ ഹാക്കത്തോൺ. പിന്നെ ആദ്യത്തെ ഹാക്കത്തോണിൽ പോയ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് വന്നു. കാരണം കുറെ ആൾക്കാരുണ്ട്, കുറെ ജഡ്ജസ്, കുറെ ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കുറെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അതൊരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ കിട്ടും. അപ്പൊ അതൊരു ക്രൂഷ്യൽ തിങ്കിങ് പോലെ ഇത്ര സമയത്തിന്റെ ഇടയിൽ നമ്മൾ സൊല്യൂഷൻ കൊടുക്കണം. പിന്നെ അത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് സെലക്ട് ആയി. പിന്നെ അവസാനമായിട്ട് ഞങ്ങൾ ഓടിത്തിരിഞ്ഞെത്തിയതാണ് അങ്ങോട്ട് ഹാക്കത്തോണിലോട്ട്. ലാസ്റ്റായിട്ട് കയറിയത്. അപ്പൊ പിന്നെ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് കയറി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുമായിട്ട് ജഡ്ജസ് ആണെങ്കിലും അവിടുത്തെ അസാപ്പിന്റെ മെമ്പേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ സമയം കൃത്യം യൂട്ടിലൈസ് ചെയ്ത് എല്ലാം ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടി. എന്റെ പേര് ജിജോതി മാത്യു. ഞാനും 2020 പാസ് ഔട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹാക്കത്തോണിന് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഇത്രയും വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ആദ്യമായിട്ട് കാണുന്നതാണെന്നൊന്നും തോന്നുകയില്ല. പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ. ജഡ്ജസും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സഹായിക്കാനും നമ്മളെ അങ്ങനെ പേടിപ്പിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, നല്ലൊരു അനുഭവമായിരുന്നു. ലോറീൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയോ ഹാക്കത്തോണിന്റെ കുറെ മെമ്മറീസ് മനസ്സിലൂടെ കടന്നുപോയ പോലെ ഉണ്ട്. ലോറീന്റെ ഒരു എക്സ്പീരിയൻസും ലോറീനെ പറ്റിയും കൂടി ഒന്ന് പറയൂ.
എൻ്റെ പേര് ലൊറൈൻ. ഞാൻ 5th സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഹാക്കത്തോൺ ആയിരുന്നു. പോകുന്നതിൻ്റെ തലേന്ന് സീനിയേഴ്സ് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു ഇന്നപോലെ ഒരു ഹാക്കത്തോൺ ഉണ്ട്, വരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ശരിക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചാൽ പോരാ എന്നും പറഞ്ഞ് ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പോരുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് യാതൊരു കാര്യം അറിയത്തില്ല, ഇവരെല്ലാവരും എൻ്റെ സീനിയേഴ്സ്. അപ്പം കുറെ ടെൻഷൻ അടിച്ചാണ് ഞാൻ അവിടെ വന്നത്. അവിടെ വന്നു കഴിഞ്ഞ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് പിന്നെ എന്തുവാ മൊത്തത്തിൽ എനിക്ക് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞു. പിന്നെ ഇവരുടെ കൂടെ കൂടി ഇവർ ഓരോന്ന് ചെയ്യുന്ന കണ്ട് പിന്നെ മനസ്സിലായി ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ പേടി മാറി. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 3rd കിട്ടി. പിന്നെ ഞങ്ങളുടെ ഇവര് ചേട്ടന്മാരാണെങ്കിലും ശരിക്കും നല്ലപോലെ വർക്ക് ചെയ്തായിരുന്നു. ചേട്ടന്മാരെല്ലാം എല്ലാരും ഇതൊക്കെയുള്ളു. ഓക്കെ, ശരി തോമസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഹാക്കത്തോൺ? എങ്ങനെ ഹാക്കത്തോണിലേക്ക് എത്തിപ്പെട്ടു? അത് ഹാക്കത്തോണിലും എത്തിപ്പെട്ടത് ആക്ച്വലി ഞങ്ങൾക്ക് ഇതിപ്പോ ലൊറൈനെ വിളിച്ച പോലെ തന്നെ ഞങ്ങള് സീനിയേഴ്സിന്റെ കൂടെ കൂടി ഞങ്ങളാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സേവിംഗ് റീബൂട്ടിന് കൊടുത്തായിരുന്നു. അങ്ങനെ വന്നതാണ്. പിന്നെ AIML ഈ ഒരു ടെക്നോളജി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ ഈ ഫാമേഴ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരിക, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ അഗ്രികൾച്ചർ ഫീൽഡിലോട്ടൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഫാമേഴ്സിനും അതുപോലൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവില്ല. അപ്പം അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ അസാപ്പിന്റെ ടീം, ഞങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് അസാപ്പിന്റെ ടീമാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നത്, ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അവരെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ടെക്നിക്കലായിട്ട് ഞങ്ങൾക്ക് സെൻസേഴ്സ് ഒരെണ്ണത്തിന് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ജസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ആ 36 hours കൊണ്ട് ഒത്തിരി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്കതൊരു പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 36 hours. ആൻഡ് ഓൾസോ ഈ നമ്മുടെ അസാപ്പ് ടീമുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന SRT മെമ്പേഴ്സിനും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനി ഭാവിയിൽ വരുന്ന ഇതുപോലത്തെ കുറെ ടീംസിനെ ഹെൽപ്പ് ചെയ്യാൻ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലേ അത്. സോ നിങ്ങളുടെ ടീം ലീഡർ ശ്രീറാമല്ലായിരുന്നു. ശ്രീറാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ടീമിനെ മുമ്പോട്ട് കൊണ്ടുവന്ന്? ആസ് എ ടീം, നമുക്കൊരു പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല. പക്ഷെ ആസ് എ ടീം, ഒരു ടീം ലീഡർ ആയിട്ട് ഈ ടീമിനെ എങ്ങനെ മാനേജ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട്? കാരണം കുറെയൊക്കെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന കുറെയൊക്കെ വരുമല്ലോ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഫീല് വരുമല്ലോ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോയി? അത് ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അത് വെച്ചായിരുന്നു. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ സൊല്യൂഷൻ വെച്ചായിരുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ടൊന്ന് ഇന്ത്യയായിരുന്നു പറ്റുമോ ഇല്ലയോ. പിന്നെ അവര് പറഞ്ഞ് സെറ്റ് ആക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് സംസാരിച്ചിട്ട് ലോജിക്കലായിട്ട് സൊല്യൂഷൻ നോക്കി എന്നാ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സാധാരണ മനുഷ്യന് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ ഇതിലോട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടി ചേർത്ത് ചെയ്യാവുന്നൊരു ഇത് കിട്ടിയായിരുന്നു, കോൺഫിഡൻസ്. പിന്നെ ഇപ്പം ലീഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് ഒരു മെമ്പർ പറഞ്ഞായിരുന്നു. എന്നിട്ട് അത് വെച്ച് ഞങ്ങൾ മുമ്പിലോട്ട് പോയി. എന്നിട്ട് പിന്നെ ഒരു പ്രോഡക്റ്റ് പോലെ ചെയ്യാനായിരുന്നു തീരുമാനിച്ച്. എന്നിട്ട് എല്ലാവരും നല്ലപോലെ ചെയ്തായിരുന്നു. ഒരു 36 മണിക്കൂർ ഉറക്കമൊന്നും ഇല്ലാതെ എല്ലാരും മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അലൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ നിങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്? ആക്ച്വലി എനിക്ക് അഗ്രികൾച്ചർ ടീമിൽ ഞങ്ങൾക്ക് കിട്ടിയ അവസാനമായിട്ട് 2 പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയതും കണക്കിലൊരു സൊല്യൂഷൻ എത്തിക്കാൻ പറ്റും എന്ന് തോന്നിയതായിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പം അവർ ഫീൽഡിൽ പോകുന്നു, വിസിറ്റ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ കൂടുതൽ എളുപ്പമാക്കാന്നുള്ളൊരു പ്രശ്നമായിരുന്നു അവിടെ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നത്. കാരണം ഒരു അഗ്രികൾച്ചർ ഓഫീസർ പോകുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം അത് എന്നും ഒരു ഡേറ്റ ആയിട്ട് തന്നെ ഒന്നെങ്കിൽ അത് നമ്മുടെ സെർവറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഡേറ്റ ഒരു ഫിസിക്കൽ ഒരു
തിങ് ആയിട്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി കളക്ട് ചെയ്ത് ഡേറ്റ ഒന്നും അടച്ചിരുന്നു. പിന്നെ അത് അനങ്ങുന്നില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ട്. പിന്നെ പോകുന്നുണ്ടോ കൃത്യമായിട്ട് ഈ അഗ്രികൾച്ചർ ഓഫീസർ വിസിറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇത് മെയിനായിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളപ്പം ആദ്യം ആലോചിച്ചു എങ്ങനെ ഇത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഇവർക്ക് കൊടുക്കാം. കാരണം നമ്മൾ ഈ കമ്പ്യൂട്ടറാണ് ഓഫീസേഴ്സ് നമ്മൾ പുതിയൊരു ടെക്നോളജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് ആണ്, ഡീപ്പ് ലേണിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നു, ഇമേജ് ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെയും കൺഫ്യൂസ് ചെയ്യാതെ എങ്ങനെ ജസ്റ്റ് ഒരു മാക്സിമം കൺസോളിഡേറ്റഡ് ഒരു സിമ്പിൾ ടൂൾ കിറ്റ് ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം ശ്രമിച്ചത്. അപ്പം ഞങ്ങളുടെ ഈ നമ്മളൊരു ജസ്റ്റ് ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് ഞങ്ങളൊരു റാസ്ബെറി പൈ എന്ന് പറഞ്ഞൊരു മിനി കമ്പ്യൂട്ടറാണ് വിത്തൗട്ട് മോണിറ്റർ. നമുക്ക് ജസ്റ്റ് ഒരു ബോർഡിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മിനിമൈസ്ഡ് ഒരു ഫോമാണ്. അപ്പം അതിൻ്റെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഉപയോഗിച്ച് നമ്മൾ ഈ മെഷീൻ ലേണിംഗ്, ഈ വലിയ എല്ലാവരും പറയുന്ന ഈ വലിയ മെഷീൻ ലേണിങ്ങിനെ നമ്മൾ ഈ കൊച്ചു കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ചെറിയ കുട്ടി ഒരു കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വളരെയധികം കാര്യങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് ആ കുട്ടിയെ നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കി വിടുന്ന പോലെയാണ് ഞങ്ങളുടെ ഈ ടൂൾ കിറ്റ് നിർമ്മിച്ചത്. അപ്പം അതിനകത്ത് ഞങ്ങൾ ഒരു റാസ്ബെറി പൈയിലേക്ക് ഞങ്ങളുടെ ടെൻസർ ഫ്ലോ ലൈറ്റ് ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഞങ്ങളുടെ മെഷീൻ ലേണിംഗ് മോഡലിനെ ഞങ്ങൾ ആ കൊച്ചു റാസ്ബെറി പൈയിലേക്ക് കയറ്റിവിട്ടു. അപ്പം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ബാക്കി ഈ പോകുന്ന ഓഫീസേഴ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആ മിനി കമ്പ്യൂട്ടർ, ആ കൊച്ചു കമ്പ്യൂട്ടറിലേക്ക് ഞങ്ങൾ കൊടുത്തു. അപ്പം ഇത് കൊണ്ടുപോകുന്ന അഗ്രികൾച്ചർ ഓഫീസറിന് വളരെ എളുപ്പമായ രീതിയിൽ, കാരണം ഒരു ജസ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് പോവുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് കൂടുതൽ ഒന്നുമില്ല, കറക്റ്റായിട്ട് ഡേറ്റ ഓഫീസിൽ കൊണ്ട് എത്തിക്കുക. ഇതായിരുന്നു മെയിൻ ഞങ്ങളുടെ സൊല്യൂഷൻ. അപ്പൊ ഞങ്ങളുടെ സൊല്യൂഷനിൽ കൂടുതൽ ഞങ്ങൾ കൊണ്ടുവന്നത് വിസിറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ഏറ്റവും വളരെ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൃഷി ഓഫീസർമാർ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൃഷി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം അതിന് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കൃഷിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പിന്നെ മൂന്നാമത് നമുക്ക് ഈ സോയിലിന്റെ pH കാര്യങ്ങൾ, പിന്നെ ഈ അവരുടെ കൃഷി സ്ഥലത്ത് സാധ്യമായ ക്രോപ്സ് തന്നെയാണോ അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കാൻ പറ്റുമോ. അതുപോലെ ഈ മാക്സിമം പേപ്പർ വർക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് മാക്സിമം ഡിജിറ്റലൈസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഈ രോഗം എന്തെങ്കിലും ഈ നമ്മുടെ ക്രോപ്സിനുള്ള എന്തെങ്കിലും ഡിസീസൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമല്ലേ. പക്ഷേ ഞങ്ങളുടെ കൊച്ചു കമ്പ്യൂട്ടറിൽ തന്നെ ഞങ്ങൾ ക്യാമറ മൊഡ്യൂളും സാധനങ്ങളും ഒക്കെ കൊടുത്തു. ജസ്റ്റ് അതിന്റെ ലീഫ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാന്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ഡിസീസ് ആണെന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് വരും. അതുപോലെ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് സെൻസേഴ്സ് കൊടുത്തു, pH വാല്യൂ, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെയുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ ഡിറ്റക്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കൊച്ചു കമ്പ്യൂട്ടറിൽ ഞങ്ങളുടെ കൊച്ചു ടൂൾ കിറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ അവിടെ ഒരു സൊല്യൂഷൻ കാണിക്കും. സോ ഞങ്ങളുടെ ഈ മൊത്തം ടൂൾ കിറ്റ് ഞങ്ങൾ അഗ്രികൾച്ചർ ഫാർമറിന് വേണ്ടി അഗ്രികൾച്ചർ ഓഫീസറിന് വേണ്ടി തുടങ്ങിയെങ്കിലും അവസാനം വന്ന ഒരു ചോദ്യമായിരുന്നു, ഈ ഡേറ്റ എടുത്തുകൊണ്ട് പോയി അഗ്രികൾച്ചർ ഓഫീസർ എന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് നമ്മൾ റീഡിങ് എടുത്ത് ജസ്റ്റ് പേപ്പറായിട്ട് ഓഫീസിൽ നിന്നിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രേരണം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ നിന്ന ആ സ്റ്റാൻഡിൽ ഞങ്ങൾ കുറച്ചുകൂടെ പിന്നിലേക്ക് ഇറങ്ങി ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എടുക്കുന്ന ഡേറ്റ ഫാർമറിനും കൊടുത്തുകൂടാ, അഗ്രികൾച്ചർ ഓഫീസിന് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഫാർമറിന് കൊടുക്കുക. ഞങ്ങൾ മൊത്തം ഞങ്ങളുടെ ആപ്ലിക്കേഷനെ 2 പാത്വയിലേക്ക് തിരിച്ചുവിട്ടു. ഒന്ന് അഗ്രികൾച്ചർ ഓഫീസറിന് ഈ ഡേറ്റ എല്ലാം എടുത്ത് നേരെ വെയർ ഹൗസിലേക്ക് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സർവേഴ്സ് കൊണ്ട് സൂക്ഷിക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ എടുത്ത ഡേറ്റ അനലൈസ് ചെയ്ത് ഫാർമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് പ്രൊഡക്റ്റിന് ഫാംബെറി എന്നാണ് പേരിട്ടത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊച്ചു കമ്പ്യൂട്ടറിന്റെ പേര് റാസ്ബെറി പൈ ആണ്. അപ്പം ഈ റാസ്ബെറി പൈ ഈ കൊച്ചു കമ്പ്യൂട്ടർ, അതുകൊണ്ട് നമ്മൾ ആ ബെറി എന്നുള്ള വാക്കെടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഫാംബെറി, ഫാർമേഷനുള്ള അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ഫാംബെറി വിത്ത് റാസ്ബെറി പൈ ഇൻസൈഡ് ആൻഡ് ആഡ് മോർ മെറീസ് ടു ഫാമിംഗ് എന്നാണ് നമ്മൾ എടുത്തത്. കാരണം കൂടുതൽ ബെറീസ്, ഓൾ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്, അഗ്രികൾച്ചർ തിങ്സ് ആഡ് ടു അവർ അഗ്രികൾച്ചർ. ദാറ്റ്സ് അവർ കോൾഡ് ഫാംബെറി. ആൻഡ് ഗ്രീൻബെറി ഇനീഷ്യേറ്റീവ് ആണ് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഗവൺമെന്റ് സ്കീംസും കാര്യങ്ങളും റിലേറ്റഡ് ന്യൂസും ലഭ്യം. അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. താങ്ക് യു. സോ എനിക്ക് തോന്നുന്നു ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കി പോലത്തെ ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഫാമേഴ്സിന് തന്നെ ഇത്ര റിലവന്റ് ആയിട്ട് വരേണ്ട ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റ് ഓഫീസേഴ്സിനെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ അവിടുത്തെ ജഡ്ജിങ് പാനലിന്റെ ഒരു മെന്റർഷിപ്പും നിങ്ങൾക്ക് കിട്ടിയ ഒരു ഐഡിയാസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അത് കുറച്ചുകൂടി നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് എക്സ്പാൻഡ് ചെയ്തത് അല്ലേ? അതെ. ഓക്കെ, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, നിങ്ങൾക്ക് ജഡ്ജിങ് പാനൽ ആക്ച്വലി നിങ്ങളെ എങ്ങനെയാണ് മോൾഡ് ചെയ്തതെന്നായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പം എനിക്ക് ജിജോ കുറച്ചുകൂടി ഒരു ഐഡിയ തരുമായിരിക്കും അല്ലെ, ജഡ്ജിങ് പാനലിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും സജഷൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ജഡ്ജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും
ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് എപ്പോഴും നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് നമ്മൾ ഡൗട്ട് ചോദിക്കുവാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സജഷൻസ് നല്ല രീതിയിലായിരുന്നു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പാളും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഈ തെങ്ങിലെ ഈ കൊമ്പൻ ചെല്ലിയാറ്റായിക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒത്തിരി നല്ല രസമായിരുന്നു ചോദിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ജഡ്ജസും അതെ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഐഡിയ പറഞ്ഞു തരുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കുമല്ലോ, കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലേ, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ശരിയാ സാർ അങ്ങനെ ചെയ്താൽ കൊള്ളാം, എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ചെയ്യിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ജഡ്ജസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു, കുറച്ചും കൂടെ മോഡിഫൈഡ് ചെയ്ത് എത്തിയത് പ്രോഗ്രാമിംഗ് ഒക്കെ. അതൊക്കെ ലൊറൈൻ, എന്തായിരുന്നു നമ്മുടെ റീജിയണൽ ഹാക്കത്തോണിലെ ഏറ്റവും ഒരു ബെസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ മൂവ്മെന്റ് എന്ന് 36 hours ഓർത്ത് വെച്ചൊരു മൂവ്മെന്റ് എന്തായിരുന്നു? അത് എടുത്തു പറയാനുള്ളത് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു, അതായിരുന്നു. പിന്നെ ഇപ്പം നമ്മള് സീനിയേഴ്സ് ജൂനിയേഴ്സ് ആകുമ്പോ അങ്ങനെ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്താണ് നമുക്ക് പരസ്പരമാണെങ്കിലും കൂടുതൽ അറിയാൻ പറ്റിയത്. പിന്നെന്തുവാ, അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു രാത്രി. കാരണം രാത്രി മുഴുവൻ ഇങ്ങനെ ഉറങ്ങാതെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. പിന്നെ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി, അതൊക്കെ ഉള്ളൂ. വലിയ വലിയ ആൾക്കാരെ ഒരു ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ്, ഒരു ഹാപ്പി ഇന്ററാക്ഷൻ എന്തായിരുന്നു? നിങ്ങൾ ഭയങ്കര ഫുൾ ടൈം ഇങ്ങനെ കോഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു? ഫുൾ ടൈം ഡിസ്കഷൻസ് കോഡിങ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഈ എന്തുവാ, ലാസ്റ്റ് റിസൾട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, എന്തോ ഗെയിമിങ്ങും അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. സെഷൻ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കാനായിട്ട് ഉറങ്ങാതിരിക്കുന്നതന്നെ. ഓക്കെ, അഭിജിത്ത്, എന്താണ് നിങ്ങൾ, എനിക്കൊന്ന് സീനിയേഴ്സ്, നിങ്ങൾ പാസ് ഔട്ട് ആയി, അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഇപ്പൊ ഈ പ്രോജക്റ്റ് തന്നെ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ അതിനകത്ത് കൂടുതലായിട്ട് ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനും, ഇപ്പൊ ഞങ്ങൾക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. അതും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഫാർമേഴ്സിന് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ എത്തിക്കുക, അതുപോലത്തെ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊജക്റ്റിൽ തന്നെ ഒരു ഇന്ററാക്റ്റീവ് പോർട്ടൽ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ലെവൽ ഇന്ററാക്ഷൻ മെഷീൻ കൊണ്ട് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു, നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസിൽ അവരെ കോൺടാക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഒരു അതേ ലെവലിൽ വെച്ചാൽ അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ബോട്ടിനെ ഞങ്ങളുടെ പ്രോജക്റ്റിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അടുത്ത പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളപ്പം അതിന്റെ ബേസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഏതൊക്കെ അൽഗോരിതംസ് യൂസ് ചെയ്യണം, വേറെ ഏതൊക്കെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻ. ശ്രീറാം, എന്താണ് നിങ്ങളുടെ കരിയറിൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഞങ്ങളിപ്പോ ഓരോ കോഴ്സ് പഠിക്കുന്നുണ്ട്. അല്ലാതെ ഞാനിപ്പം പഠിക്കുന്ന കോഴ്സ് വെച്ചാൽ സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. എനിക്ക് ഓട്ടോമൊബൈലിസ്റ്റാണ് മെയിൻ താല്പര്യം. പിന്നെ ഞാൻ നോക്കിയത് സെൽഫ് ഡ്രൈവിംഗ് കാറ് അങ്ങനത്തെ നോക്കിയാ ഞാൻ ഇപ്പൊ അടുത്ത കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലെന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം, എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ആകുമ്പോൾ ഇലക്ട്രിക് കാർസ് ആയി. അപ്പൊ പിന്നെ അതിനിപ്പോ തൊട്ടേ നമ്മൾ എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ യൂസ്ഫുൾ ആകും. ഫ്യൂച്ചർ എങ്ങനെയാണ് യൂസ്ഫുൾ ആകും. പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പം കോഴ്സ് നോക്കുക, അല്ലാതെ പ്ലേസ്മെന്റ് എല്ലാം വരുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. അപ്പം നാളത്തെ ഭാവി സ്റ്റാർട്ടപ്പിലേക്കാണ് നമ്മൾ ഈ വിട്ടു നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ പറയാം. ഓക്കെ, ഫൈനൽ ഇയർ ആയിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. ടെഡി, എന്താണ് എക്സ്പെക്ടേഷൻസ്? ഇനിയിപ്പോ പ്ലേസ്മെന്റ്സ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഹാക്കത്തോണിന്റെ ഒരു ഗ്രൂമിങ്ങും ഇതിലെ പാർട്ടിസിപ്പേഷൻ ഒക്കെ ടെഡിയെ പ്ലേസ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യും? യെസ് മാം, ഫോർ ഷുവർ. എനിക്ക് ആക്ച്വലി പ്ലേസ്മെന്റിന്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിലും ജസ്റ്റ് ഈ ഹാക്കത്തോണിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ കാര്യങ്ങൾ വെച്ച് എനിക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാക്കത്തോൺ ഒരു വലിയ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാക്കത്തോണിൽ നമ്മൾ 36 hours കൊണ്ട് ഗെയിൻ ചെയ്ത ആ ഒരു നോളജ് അത് റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലേസ്മെന്റിലോട്ട് നോക്കുന്നുണ്ട്. പിന്നെ
റിയലി വി ആർ ഹാക്കത്തോൺ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു 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 എന്താ ഒരു ബാക്ക് ഐ മീൻ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു ഗ്രൂമിങ് പോലെ ഞങ്ങൾക്ക് ഹാക്കത്തോൺ ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു. ദെൻ നൗ ഒരു 5 months 6 months കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പാസ് ഔട്ട് ആവും. അപ്പോൾ എവിടെയെങ്കിലും പ്ലേസ് ആവണമെന്ന് ഉദ്ദേശിക്കുന്നു. ലോറീന് എന്താണ് നിങ്ങൾ നമ്മുടെ ഫൈനൽ ഹാക്കത്തോണിലേക്ക് വരുമ്പോൾ RTS 2020 വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? ഇപ്പം ഇനി വരാൻ പോകുന്നത് വെച്ചാല് എല്ലായിടത്തും നടത്തിയ ഫൈനലിസ്റ്റുകളാണല്ലോ വരുന്നത്. അപ്പം ശരിക്കും നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിരിക്കും അത്. അപ്പൊ അതിനനുസരിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് അതുപോലെ ചെയ്യണം എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. പിന്നെ എന്തുവാ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ജഡ്ജസ് എന്ന് പറയുമ്പം ശരിക്കും അവര് ഒത്തിരി നമ്മളെ ഗൈഡ് ചെയ്തു. അവരുടെ ഗൈഡൻസ് കൊണ്ടാണ് ഞങ്ങൾക്ക് തേർഡ് കിട്ടിയത് അവര് കൊണ്ട് മാത്രമാണ്. അപ്പം അതുപോലെ തന്നെ നല്ല ജഡ്ജസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്താണ് നമ്മുടെ ഫൈനൽ ഹാക്കത്തോണിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഈ ഹാക്കത്തോണിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ബേസിക്കലി നമ്മളൊരു പ്രോട്ടോടൈപ്പ് എടുക്കാൻ മിക്കവാറും ഒരു ഡേയിൽ നമ്മൾ ഇത്ര അവേഴ്സ് മാത്രം മാറ്റി വെക്കാറുള്ളൂ. അപ്പം ഒരു ഹാക്കത്തോൺ ഇപ്പം ആ ഒരു എൻ്റെ ഷിഫ്റ്റ് മാറി നമുക്കൊരു 2 weeks കൊണ്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റ് നമ്മളൊരു 48, 24 അല്ലെങ്കിൽ 36 hours കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പം പറഞ്ഞ പോലെ തന്നെ ലോയിൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ മെന്റർഷിപ്പിലാണ് മെന്റർഷിപ്പ് കൊണ്ടാണ് ഞങ്ങളുടെ ലെവൽ ഓഫ് തിങ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇപ്പം പാസ് ഔട്ടായ കാര്യങ്ങൾ അപ്പം കറന്റ് ഞങ്ങളിപ്പം ഹാക്കത്തോൺസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഈ കിട്ടിയ പാസ് ഔട്ട് ആയി കഴിഞ്ഞ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ സീരീസ് ഓഫ് ഹാക്കത്തോൺസ് ഞങ്ങൾ ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൂടുതലായിട്ട് റിയൽ വേൾഡ് പ്രോബ്ലത്തെ ടാക്കിൾ ചെയ്യുമ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഷീൻ ലേണിംഗ് ഫോർ എവരിവൺ ആ ഒരു ഇനീഷ്യേറ്റീവിലേക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ശ്രീറാം പറഞ്ഞ പോലെ തന്നെ ശ്രീറാമിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ആ ഒരു ഇതും കൂടെ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. സോ നമ്മൾ ഈ മെഷീൻ ലേണിംഗ് ഫോർ എവരിവൺ എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡ് മാത്രമല്ല, നമ്മളൊരു ജസ്റ്റ് ടീമായിട്ട് നമ്മൾ ഈ എല്ലാവരിലേക്കും ഈ സാധനം എത്തിക്കുക. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ എല്ലാ ബ്രാഞ്ചിലേക്കും നമ്മൾ പടർന്നു പിടിക്കുക, മെഷീൻ ലേണിംഗ് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം ഈ എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമല്ല മെക്കാനിക്കലുകാർക്കും പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് മുമ്പേ നമ്മുടെ ശ്രീറാം പറഞ്ഞത്. കാരണം ശ്രീറാം മെക്കാനിക്കൽ കമ്പ്യൂട്ടറുമായിട്ട് ജസ്റ്റ് ഒരു മൈനർ ടച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രീറാം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് എത്തി, പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം വി ജസ്റ്റ് നീഡ് ഒരു പഠിക്കാൻ ഒരു മനസ്സ് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ഞങ്ങളെല്ലാവരും അതിലേക്കാണ് പോകുന്നത്. ഇപ്പം ഫൈനൽ ഞാൻ +2 ബയോളജി ആയിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ +1 +2 ഞാൻ അസാപ്പിന്റെ മെഷീനിസ്റ്റ് കോഴ്സ് പഠിച്ചപ്പോൾ എനിക്ക് ഹാർഡ്വെയറിൽ അത്യാവശ്യം കാര്യങ്ങളായി. അപ്പം ആൻഡ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിലേക്ക് കണ്ടപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. സോ ഐ എം എ മിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബയോളജി ആൻഡ് മെക്കാനിക്കൽ. സോ എൻ്റെ ഫൈനൽ എയിം ജെനറ്റിക്സ് ആണ്. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആ ലെവലിലേക്ക് പോകണം, ജെനറ്റിക്സ് അൾട്ടിമേറ്റ് ബയോളജി. സോ അപ്പം എനിക്ക് ആയിട്ടുള്ള മെക്കാനിക്കൽ ഫീൽഡിലേക്ക് ഞാൻ ഓൾറെഡി ഇറങ്ങി മെഷീനിസ്റ്റ് ആയി. കാരണം ഞാൻ അസാപ്പിന്റെ കോഴ്സ് പഠിച്ചു. അസാപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കമ്പ്യൂട്ടറിന്റെ ഏരിയയിലോട്ട് പോകത്തുള്ളായിരുന്നു. അപ്പം ഞാനത് പഠിച്ചു. ഇപ്പം എനിക്ക് ആ മെഷീനിസ്റ്റ് കാരണം എനിക്കിപ്പോൾ ഒരു ശ്രീറാമിന്റെ അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കുറച്ച് കാര്യങ്ങൾ അത്ര അറിയത്തില്ലെങ്കിലും ആക്ച്വലി അസാപ്പിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അറിയാനൊരു ആഗ്രഹം, ക്യൂരിയോസിറ്റി. അസാപ്പിലെ ഏത് ബാച്ചില് എവിടെയാണ് അസോസിയേറ്റ് ചെയ്തത്? അസാപ്പുമായിട്ടുള്ള ഒരു അസോസിയേഷന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ CPM ഗവൺമെന്റ് സ്കൂൾ പീരുമേട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ +1 +2 ബയോളജിയിൽ എടുത്തു. അപ്പം ഞങ്ങളുടെ ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് അസാപ്പിന്റെ കുമിളി SGC ഭാഗമായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കോളേജിൽ അസാപ്പിന്റെ സാറ് സുനീഷ് സാറും വേറെ ഒരു സാറും കൂടെ, സാറിന്റെ പേര് സിജോ സാറും കൂടെ വന്നു. ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, ഗവൺമെന്റിനാണ്, നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കുറെ പേര് വന്നു പോയി കാര്യങ്ങൾ കുറച്ച് പേര് അങ്ങനെ നിന്നു. പക്ഷെ എന്നാലും കുറച്ച് പേര് എൻ്റെ വീട് അടുത്താണ്. അപ്പം ഞങ്ങളുടെ പീരുമേട് സ്കൂള് കുമളി ഏകദേശം 1 hour ഡിസ്റ്റൻസിൽ എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോക്കി എടുത്തു, എന്തായാലും ഞാൻ +2 പഠിച്ചിറങ്ങിയാലും ഞാൻ ഈ ബയോളജിയിൽ എനിക്ക് ഒരിക്കലും മെക്കാനിക്കൽ ഫീൽഡിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മെഷീനിസ്റ്റ് കോഴ്സ് എന്തുകൊണ്ട് നമുക്ക് ഈ ഏരിയയിലൂടെ ഒന്ന് ടച്ച് ചെയ്തുകൂടാന്ന് ഓർത്തു. അപ്പം ഞാൻ കൊടുത്തു സെലക്ട് ആയി കാര്യങ്ങൾ കഴിഞ്ഞപ്പം അപ്പം ആദ്യം അസാപ്പിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെന്നു, ആദ്യം നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അസാപ്പിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം
ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു സിജോ സാർ ഉണ്ടായിരുന്നു. അതുപോലെ മരിയൻ കോളേജിൽ പഠിപ്പിച്ച കുറച്ച് പേര് വരെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു എക്സ്പോഷനും, സിജോ സാർ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം എങ്ങനെ ഒരു സിമ്പിളായിട്ട് വളരെയധികം എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങളാണെങ്കിലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബേസിക് ആയിട്ടുള്ള ഐ.ടിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ലപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ +1 കഴിഞ്ഞു, +2 കഴിഞ്ഞ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ എൻ്റെ മെയിൻ കോഴ്സിലേക്ക് പോയി. ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കില്ലും ലാംഗ്വേജും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ പിന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെയിൻ സ്കില്ലിലേക്ക് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, കാരണം ഞാൻ വെറുതെ പോകുന്നു, പഠിക്കുന്നു, ക്ലാസ് ഇരുന്ന് വരുന്നു. പക്ഷെ അങ്ങനെയല്ല, അസാധ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഹാൻഡ്സ് ഓൺ ആയിരുന്നു. പഠിപ്പിച്ചാണെങ്കിൽ ITIയിലെ ഒരു സാറായിരുന്നു. അപ്പം എല്ലാം ഞങ്ങൾ ഇൻ ഹാൻഡ് ആയിരുന്നു, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒറിജിനൽ ഐ തിങ്ക് 2-3 lakhs എങ്ങാണ്ട് പ്രൈസുള്ള ഒരു മെഷീനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കിതൊന്നും കാണാൻ പോലും പറ്റത്തില്ല. അപ്പം ആ സാറാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ വിട്ടു തരുമായിരുന്നു, നിങ്ങൾ ചെയ്തു. അപ്പം ആ സാറും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. സാർ ITIയിലും കണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം 4 വർഷമായി. അപ്പോൾ സാറാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവിടെയാണ് ഞങ്ങൾ ചെന്ന ഒരു ഫേം ഉണ്ടായിരുന്നു, അവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യാം. കാരണം ഇത്രയും മെഷീനൊന്നും ഞങ്ങളൊന്നും തൊടാൻ പോലും ആരും സമ്മതിക്കത്തില്ല. പക്ഷെ അസാറിന് ഇതുകൊണ്ട് ഞാനത് കാണാനും അതിലൊരു പണ്ടപ്പം ഓരോ വർക്കും ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞു, ഞാനത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ എക്സാം ഉണ്ടായിരുന്നു. എക്സാമിനാണ് പുറത്തുനിന്ന് ആൾ വന്നു. അപ്പോൾ അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടും ഞാൻ സ്റ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അസാദിൻ്റെ കോഴ്സ് പഠിച്ചു, എനിക്ക് എക്സ്പോഷർ ഉണ്ട്, കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് എനിക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് കട്ടപ്പന എന്ന് പറഞ്ഞ ഏകദേശം അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് അവിടെ ഒരു ഫേമിൽ എനിക്ക് ഇന്റേൺഷിപ്പ് 2 മാസത്തേക്ക് ചെയ്തു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് വർക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞത്. അപ്പം അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അവർ ജസ്റ്റ് ബേസിക്സ് തൊട്ട് ഞാൻ ആദ്യം മെഷീൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ഞങ്ങൾ ആദ്യം ഞങ്ങളെ കൊണ്ട് ചെയ്തത് മെഷീൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയാണ്, എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം ബേസിക് തൊട്ട് അവർ നമ്മളെ പഠിപ്പിച്ച് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം എൻ്റെ ഈ ജസ്റ്റ് ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിന്ന് ഞാനൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലേക്ക് എനിക്കൊരു ഷിഫ്റ്റ് കിട്ടി ആ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ട്. അപ്പം അതൊരു വളരെ വലിയ കാര്യം. ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, ഐ എം എ ഫ്രഷർ വിത്ത് ആൻ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ആൻ അബ്സല്യൂട്ട് ഫ്രഷർ അല്ല, ഫ്രഷർ വിത്ത് ആൻ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും വളരെ ഇതായിട്ട് തോന്നിയത്. വൺസ് an Asapian always an Asapian എന്ന് പറയുന്ന പോലെ ഒരിക്കൽ അസോസിയേറ്റ് ചെയ്താൽ ത്രൂ ഔട്ട് ദ ജേർണി അസാപ്പിങ്ങനെ കൂടെ ഉണ്ടാവും, ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് ഇൻ കേസ് നിങ്ങളിപ്പോ ഹാക്കത്തോണിൽ അസോസിയേറ്റ് ചെയ്തത് നിങ്ങൾ ഞങ്ങൾ അസാപ്പിന് റെഗുലർ കോഴ്സ് പഠിച്ചിട്ടില്ലല്ലോ, പക്ഷെ നിങ്ങൾ ഹാക്കത്തോൺ വഴി അസാപ്പിൽ അസോസിയേറ്റ് ചെയ്തു. സോ വൺസ് an Asapian നിങ്ങൾ അസാപ്പിയൻസിന്റെ കൂടെ വന്നു. ഇപ്പോ പിന്നെ ശ്രീറാമിനോട് ഒരു ക്വസ്റ്റ്യൻ. ഫൈനൽ നമ്മുടെ ഹാക്കത്തോണിന്റെ ഫൈനൽസിലേക്ക് വരുമ്പോൾ ആസ് എ ടീം അല്ലെങ്കിൽ ആസ് എ ടീം ലീഡർ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യും എന്നാണ് ശ്രീറാം വിചാരിക്കുന്നത്? ഫൈനലിലേക്ക് പോകുമ്പോൾ ഓഫ്കോഴ്സ് ബാക്കി ടീമുകളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഓപ്പോണൻസിന് നമ്മൾ കുറച്ച് ഇടപെടാൻ. ഫൈനലിസ്റ്റ് അവരും ഫൈനലിസ്റ്റാ, പിന്നെ അവരും നല്ല പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സമയത്ത്. പിന്നെ നമ്മളും അതനുസരിച്ച് ഫൈനലിലേക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പ്രാക്ടീസ്. എന്നിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരുമെന്നൊരു അതുകൊണ്ട് നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഓരോ പ്രോഗ്രാം പഠിക്കുന്നുണ്ട്, അല്ലാതെ ഓൺലൈൻ ഹാക്കത്തോൺ ഒക്കെ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ ഹാക്കത്തോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, ഇങ്ങനത്തെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഫൈനൽ ഫേസ് ചെയ്യും. നല്ല പ്രാക്ടീസ് വേണം, പിന്നെ നല്ല എക്സ്പീരിയൻസ് ഇതൊക്കെ കോർഡിനേഷൻ ഒക്കെ ആയിട്ട്. ഓക്കെ, സോ നിങ്ങള് ഫുൾ പ്രാക്ടീസിൽ ആൻഡ് പ്രിപ്പറേഷൻസിലാണ്. സോ ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിംഗ് യു വിത്ത് us. കുറച്ച് സമയം അലൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിപ്പം ഹാക്കത്തോണിന് വേണ്ടി ഇതിലായി കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തപ്പം ശ്രീറാം പറഞ്ഞ പോലെ തന്നെ ശ്രീറാം ലീഡർഷിപ്പിൽ ഞങ്ങൾ ഓൾ സെറ്റ് ആയിക്കൊണ്ട് ഞങ്ങളുടെ എൻവയോൺമെന്റ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്കില്ല് ഞങ്ങൾ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഓരോരുത്തരും മാക്സിമം ശ്രീറാം പറഞ്ഞ പോലെ തന്നെ നമ്മളിനി പോകുമ്പം ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എടുത്താണ് നമ്മളിനി
മത്സരിക്കാൻ പോലെ. അപ്പം ഞങ്ങളുടെ ടാലൻസും ഞങ്ങളുടെ സ്കിൽസും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീറാം പറഞ്ഞ പോലെ ശ്രീറാം ആണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് തന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ കൂടുതൽ ബ്രഷപ്പ് ചെയ്ത് എന്തായാലും നമ്മൾ ഇത്ര വരെയുണ്ട്, അപ്പം നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ എന്തായിട്ട് പഠിക്കാം. അപ്പം അവിടെ ചെന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഇല്ലല്ലോ എന്നൊരവസ്ഥ കഴിഞ്ഞ ഒരു ഹാക്കത്തോൺ ഞങ്ങൾക്ക് ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം മാറ്റി ഞങ്ങൾ കൂടി ഇത്തവണ ഞങ്ങൾ കുറച്ചും കൂടെ സെറ്റാണ്, പ്രിപ്പയർഡ് ആണ്. ഞങ്ങളുടെ സ്കില്ലെല്ലാം ബ്രഷപ്പ് ചെയ്ത് ഞങ്ങൾ ഫൈനൽസിന് വേണ്ടി റെഡി ആയിട്ടിരിക്കും. ഓക്കെ, വണ്ടർഫുൾ. ആ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസ് ആണ് നിങ്ങളുടെ അടുത്തുനിന്ന്. ഈച്ച് ഓഫ് ദി ഫൈനലിസ്റ്റിന്റെ അടുത്തുനിന്ന് നമുക്ക് ആസ് എൻ പ്രോഗ്രാം മാനേജേഴ്സ് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇതുപോലത്തെ അവസരങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും, അതിൽ ആസാഫിന് ഒരു റോള് പ്ലേ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. സോ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ഒരു വലിയ താങ്ക് യു പറയുകയാണ്. ടെഡി, ലൊറൈൻ, അഭിജിത്ത്, ജിജു, ശ്രീറാം and Ellen, thank you so much. Thank you for being with us. Thanks a lot. And all the best. നിങ്ങൾ വിജയിച്ച് തന്നെ നിങ്ങളുടെ ഫുൾ പ്രാക്ടീസ് ഫുൾ ഓൺ നടക്കട്ടെ. ആൻഡ് നിങ്ങൾ വിന്നേഴ്സ് ആയിട്ട് തന്നെ വരട്ടെ. എന്നിട്ട് റീജിയണൽ ഹാക്കത്തോൺ വിൻ ചെയ്ത ആൾക്കാരുടെ ഒരു ഇന്റർവ്യൂ നടത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു മാം.